നേരത്തെ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതിന് പരിശോധനയ്ക്ക് കേന്ദ്ര ജല കമ്മീഷൻ അഞ്ചംഗ സമിതിയെ നിയോഗിച്ച കാര്യമടക്കം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. നമുക്കറിയാം മുല്ലപ്പെരിയാർ വിഷയമെന്ന് പറയുന്നത് വളരെ തീവ്രമായ വിഷയമാണ്. ഇന്റർനാഷണൽ ലെവലിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തീവ്രതയെക്കുറിച്ച് ഓർക്കാൻ ആളുകൾക്ക് നെഞ്ചിടിപ്പുള്ളത് കൊണ്ടായിരിക്കാം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ചകൾ പോലും ഇപ്പം നടത്താത്തത് എന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ തോന്നുന്നത്. കാരണം അത്രയ്ക്കും തീവ്രമാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ പുതിയ സമിതിയെ നിയോഗിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു. നമുക്കറിയാം എത്രയോ കാലങ്ങളായി ഒരുപാട് ഉത്തരവ് അങ്ങനെ കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങളാണ്. വീണ്ടും ഉത്തരവ് വന്നിരിക്കുന്നു. എങ്ങനെ പോകും എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഇതൊരു ഇലക്ഷൻ ഗിമിക്സ് മാത്രമായി വീണ്ടും അവശേഷിക്കുമോ എന്ന് എങ്ങനെയാണ് തോന്നുന്നത്? മുല്ലപ്പെരിയാറിൽ സമഗ്ര പരിശോധന നടത്തുവാൻ കേന്ദ്ര സർക്കാരിന്റെ സ്വതന്ത്ര വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവ് അത് കാലങ്ങളായി കേരളം ചർച്ച ചെയ്യുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഗവൺമെന്റുകൾ പല ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടപ്പോഴും ഒരു പ്രൈവറ്റ് അന്യായത്തിലൂടെ കോതമംഗലം സ്വദേശിയായ ഡോക്ടർ ജോസഫ് ഞങ്ങളുടെ എല്ലാം ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുന്ന സഹയാത്രികനായ ബഹുമാനപ്പെട്ട ജോസഫ് സാറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നൽകുകയും 2002 അത് സുപ്രീം കോടതി മുഖവരിക്കെടുക്കുകയും ഇപ്പോൾ അത് ഉത്തരവായി പുറത്തു വന്ന് കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അവര് മധ്യസ്ഥം വഹിച്ചുകൊണ്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ കാലങ്ങളായി ഞങ്ങൾ പറയുന്നത് അന്തർദേശീയ തലത്തിലുള്ള ഒരു ഏജൻസി എന്ന വാക്കുകളാണ് കാലങ്ങളായി മുല്ലപ്പെരിയാർ സമരസമിതിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂവ്മെന്റുകളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം റിമോട്ടിംഗ് സെൻസർ വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ ആന്തരിക പഠനം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ 18-ാം തീയതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബർ 18-ാം തീയതി മുതൽ ഏതാണ്ട് ഒരാഴ്ച കാലം നീണ്ടു നിന്ന പല ഘട്ടങ്ങളിലായുള്ള പരിശോധന റിപ്പോർട്ട് പുറത്തു വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വിധി കൂടി ചേർത്ത് വായിക്കുമ്പോൾ പരമോന്നത നീതിപീഠവും കേന്ദ്ര ഗവൺമെന്റും ഈ വിഷയത്തെ മുഖവരിക്കെടുത്തിരിക്കുന്നു എന്ന് വേണം കാണുവാൻ. പക്ഷെ അതിനെ യഥാവിധി പ്രയോജനപ്പെടുത്തുവാൻ നാം മുന്നോട്ട് വരണം. ഇവിടെ 2002 കേന്ദ്ര ജല കമ്മീഷന്റെ കീഴിലേക്ക് ഈ ഡാമുകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ബില്ല് പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികളൊക്കെ നടത്തി ഇത് അവസാനിപ്പിക്കുക എന്നതിനപ്പുറം ഇതിന്റെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള കൃത്യമായ പഠനം നടത്തുന്നതിനുള്ള ഒരു അവസരം നമുക്ക് തുറന്നു കിട്ടിയപ്പോൾ അതിനെ ഗൗരവത്തോടെ കാണുവാൻ നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മുല്ലപ്പെരിയാർ സമരസമിതി ബഹുമാനപൂർവ്വം അപേക്ഷയായി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. കാരണം ഗവൺമെന്റുകൾ പല ഘട്ടങ്ങളിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കോടതിയിൽ പരാജയപ്പെട്ടത് നാം കണ്ടതാണ്. ഹാരിസ് ആൽവെ അടക്കം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കേസ് നടത്തിയിട്ടും നമുക്ക് അനുകൂലമായി ഒരു സാഹചര്യം എന്നത് കേരളത്തിന്റെ ഉന്നതാധികാര സമിതിയുടെ അംഗമായി വെച്ചിരുന്ന ജസ്റ്റിസ് കെ ടി തോമസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന കേരളത്തിന് അനുകൂലമാക്കുമെന്ന് കരുതിയിരുന്ന ആ റിപ്പോർട്ടിൽ വന്ന പാളിച്ചയാണ്. അവിടെയാണ് ഈ വിഷയം ഒരു ട്വിസ്റ്റായി മുന്നോട്ട് വീണ്ടും നീണ്ടുപോവുകയും 14-ലെ വിധിയിൽ ഈ ഡാം സേഫ് ആണെന്നുള്ള തട്ടയും മേത്തയും അടക്കമുള്ള ഇന്ത്യയിലെ തന്നെ വിദഗ്ധരെ കൊണ്ടുള്ള ഒരു പരിശോധന റിപ്പോർട്ട് നടത്തുകയും ആ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡാം ഇനിയും 100 വർഷക്കാലം വരെ നിലനിൽക്കുമെന്നുള്ള ഒരു ആത്യന്തികമായ ഒരു റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കെ ടി തോമസ് സാറ് സമർപ്പിച്ചത്. അവിടെയാണ് കേരളത്തിന് ഒരു മുന്നോട്ട് പോകുവാൻ പറ്റുന്ന ഒരു പാത അടഞ്ഞത് എന്ന് വേണം നമുക്ക് പറയുവാൻ. പക്ഷേ ആ സെറ്റിൽമെന്റിൽ പറഞ്ഞിരിക്കുന്ന വിധിന്യായത്തിൽ ആ ക്ലോസിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. വേണമെങ്കിൽ ഒരു പുതിയ ഡാം എന്നുള്ള ഒരു ആശയത്തിലേക്ക് പോകുവാൻ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഇരു കൂട്ടരും ചേർന്ന് ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഇത് കാലങ്ങളായി കോടതിയിൽ പല പ്രൈവറ്റ് കേസുകളിലും ഞാനടക്കമുള്ളവർ, മുല്ലപ്പെരിയാർ സമരസമിതി അടക്കമുള്ളവർ, ഈ വിഷയത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ സുപ്രീം കോടതി നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചർച്ചയ്ക്ക് വരികയും ഇതിന്റെ ഗൗരവമായി കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തെ കാണുകയും പുതിയ ഡാം പണിയുന്നതിന് വേണ്ടുന്ന അനുവാദം നൽകുകയും പരിസ്ഥിതി
പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിന് പ്രകൃതി കൺസൾട്ടൻസിയെ പോലുള്ള ഹൈദരാബാദിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏജൻസിയെ അത് ഏൽപ്പിക്കുകയും റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ ഗിമ്മിക്ക് എന്നതിനപ്പുറം തമിഴ്നാട്ടിലും കേരളത്തിലും ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു. അത് സത്യം തന്നെയാണ്. പക്ഷേ ഇലക്ഷനും ഈ വിഷയങ്ങളെയെല്ലാം ഒരു വോട്ടിംഗ് ബാങ്കാക്കി മാറ്റാൻ ഇരു കൂട്ടരും ശ്രമിക്കാതെ തങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തെ വഴി തുറന്ന് സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെന്റും കൈകാട്ടി മുന്നോട്ട് ക്ഷണിക്കുമ്പോൾ അതിനെ അന്തസ്സോടെ സമീപിക്കുവാനുള്ള ഒരു മാന്യത അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു നടപടി നമ്മുടെ ഗവൺമെന്റുകൾ ഇരു ഗവൺമെന്റുകളും ഈ വിഷയത്തിൽ കാണിക്കണമെന്നുള്ളതാണ് മുല്ലപ്പെരിയാർ സമരസമിതിക്ക് അവസാനമായി വിഷയത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ സമഗ്ര പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ജല കമ്മീഷന്റെ അംഗവും മുൻ ജസ്റ്റിസുമായിരുന്ന ആളെയാണ് ഇതിന്റെ ഈ സമിതിയുടെ തലവനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും കേരളത്തിന്റെ കാര്യങ്ങൾ ഗൗരവമായി കൈകാര്യം ചെയ്യാൻ പോലുള്ള ബഹുമാനപ്പെട്ട ജെയിംസ് വിൽസൺ സാറിനെ പോലുള്ള ആൾക്കാരെയൊക്കെ ആ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു അഭിപ്രായം കൂടി മുല്ലപ്പെരിയാർ സമരസമിതിക്കുണ്ട്. 18 വർഷക്കാലം മുല്ലപ്പെരിയാർ സമരസമിതി നടത്തിയ നിരന്തരമായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് 2006 മുതൽ ഈ ഡാം ബലപ്പെടുത്തുന്നതിന് വേണ്ടുന്ന സ്വതന്ത്ര നടപടികളിലേക്ക് തമിഴ്നാട് സ്വയം കടന്നുകൊണ്ട് അവരുടെ അവകാശത്തിന് മേലിരിക്കുന്നതായതുകൊണ്ട് അവർ പരമാവധി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അതൊരു പുതിയ ഡാം ആക്കി മാറ്റാൻ ശ്രമിച്ചത് ഈ സമരത്തിന്റെ പ്രേരണയും ജനങ്ങളുടെ വികാരവും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വിധി വന്നത്. എന്നാൽ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും അടിക്കടി ഉണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള സൈക്ലോണുകളുമെല്ലാം നമ്മളെല്ലാം വല്ലാതെ വേദനിപ്പിക്കുകയും കാലപ്പഴക്കം കൊണ്ട് ഏത് നിമിഷവും തകരാൻ സാധ്യതയുള്ള ഡാം മുല്ലപ്പെരിയാറാണെന്ന് ലോകത്തിലെ തന്നെ പഠന ഏജൻസികളും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ ഗൗരവത്തിൽ കാണേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കോടതിക്കും ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളൊക്കെ ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ സമഗ്ര പരിശോധനയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അത് യഥാവിധി പൂർത്തീകരിക്കുവാൻ, അത് നന്നായി പൂർത്തീകരിക്കുവാൻ ഇരു കൂട്ടർക്കും സ്വീകാര്യമായ അന്ന് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനെ സമീപിക്കുവാൻ വേണ്ടുന്ന ഒരു ധാർമ്മികത, മാനുഷികമായ ധാർമ്മികത ഇരു സംസ്ഥാനങ്ങളും കാണിക്കണം. പ്രത്യേകിച്ച് കേരളത്തിന് കാലങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പിഴവുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അഭിപ്രായം മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വിധി നേടിത്തരുന്നതിന് അഹോരാത്രം പണിയെടുത്ത ആരിൽ നിന്നും 1 രൂപ വാങ്ങാതെയോ മറ്റ് സംഘടനകളുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടോ ഒന്നും മുന്നോട്ട് പോകാതെ മുല്ലപ്പെരിയാർ സമരസമിതി നടത്തി വന്നിരുന്ന സമര പോരാട്ടങ്ങളിൽ നാൾവഴികളിലൂടി ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് കൊടുത്ത ആ ഹർജിയിൽ ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ 3 കോടി ജനങ്ങൾക്കും വളരെ സന്തോഷത്തോടു കൂടി കൈയടിക്കുവാൻ കിട്ടിയ ഒരു അവസരമായി കാണണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി മുല്ലപ്പെരിയാർ സമരസമിതി ഈ വിഷയത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. എങ്കിലും പാളിച്ചകൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, അതിനുള്ള പ്രേരണ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങ് ആത്യന്തികമായി അങ്ങ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു സമിതിയെ നിയോഗിച്ചത് ഒരു മാറ്റത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്? ഇത്രയും കാലമില്ലാത്ത ഒരു മാറ്റത്തിലേക്ക് ഇത് എത്തും എന്ന് തന്നെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ കഴിഞ്ഞ മാസം പണ്ട് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഇടപെട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്രത്തിന്റെ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്നുകൊണ്ട്, നേവിയെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ കയറി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ മേൽനോട്ടം അതിനുശേഷം കോടതി വിധിയെല്ലാം വന്നതിന് ശേഷം ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതി ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം പോയി ഒരു വിസിറ്റിംഗ് നടത്തി പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകൾ വെള്ളപ്പേപ്പറിലോ അല്ലെങ്കിൽ ആധുനിക ടെക്നോളജി അനുസരിച്ചോ രേഖപ്പെടുത്തിക്കൊണ്ട് അവര് ഇത് കോടതിയെ ധരിപ്പിക്കുന്നു എന്നതിനപ്പുറം ആന്തരികമായ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് തുറന്നു കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ ഈ റിമോട്ട് സെൻസറിംഗ് റിപ്പോർട്ടുകളും ഒരുപക്ഷെയെങ്കിൽ ഈ റിപ്പോർട്ടിനോട് ചേർത്തുകൊണ്ട് പുറത്തു വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാകണം
തമിഴ്നാടും ഇത്തരത്തിൽ ഇതിനു വേണ്ടുന്ന ഒരു ശ്രമം നടത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ സമരസമിതി മനസ്സിലാക്കുകയാണ്. നന്നായി ഈ കാര്യങ്ങൾ പോകും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഓക്കെ, വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന്. ഷാജി പി ജോസഫ്, മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ, അദ്ദേഹമാണ് നമ്മളോട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. ഒരു പുതിയ പ്രതീക്ഷയുടെ കണിക തുറന്നു കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് ചർച്ചകൾ നടത്തിയത്.